ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ. ഇന്നത്തെ പരിപാടി പഴയ ടേബിൾ ലൈറ്റ് കൺവേർട്ട് ചെയ്ത് നമുക്കൊരു റീചാർജബിൾ ടേബിൾ ലൈറ്റാക്കി മാറ്റാം. പഠിക്കുന്ന കുട്ടികൾക്ക് കറണ്ട് ഇല്ലാത്ത സമയങ്ങളിൽ ഒരു സ്റ്റഡി ലൈറ്റായിട്ട് ഉപയോഗിക്കാൻ വേണ്ടിയാണ് നമ്മളിങ്ങനെ നിർമ്മിച്ചിരിക്കുന്നത്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. ആദ്യം നമുക്ക് ഈ ലൈറ്റ് അഴിച്ചൊന്ന് വാഷ് ചെയ്തെടുക്കണം. അതിനായിട്ട് ആദ്യം നമുക്കിതെല്ലാം അഴിച്ചു മാറ്റാം. ലൈറ്റ് അഴിച്ച് വാഷ് ചെയ്തെടുത്തിട്ടുണ്ട്. വാഷ് ചെയ്തെടുത്തപ്പോൾ തന്നെ പുതിയതുപോലെ ആയിട്ടുണ്ട്. ഇനി നമുക്ക് സെറ്റിങ്സ് ആരംഭിക്കാം. റീചാർജബിൾ ലൈറ്റ് ആക്കാൻ വേണ്ട സാധനങ്ങൾ LED ലൈറ്റിൻ്റെ മൊഡ്യൂളാണ്. റീചാർജബിൾ LED ലൈറ്റിൻ്റെ മൊഡ്യൂൾ. അതിൽ DC ലൈൻ മാർക്ക് ചെയ്തിരിക്കുന്നതിൽ നെഗറ്റീവ് പോസിറ്റീവ് ലൈൻ നോക്കി കൃത്യമായി സോൾഡർ ചെയ്തെടുക്കുക. LED മൊഡ്യൂൾ ലൈറ്റിൻ്റെ സെൻറ്റർ ഭാഗത്ത് കൃത്യമായി ഒട്ടിക്കുക. സ്വിച്ച് നമ്മൾ വേറെ ഒന്നും ആഡ് ചെയ്യുന്നില്ല. ഇതിൻ്റെ തന്നെ പഴയ സ്വിച്ച് തന്നെയാണ് ഇതിൽ ഉപയോഗിച്ചിരിക്കുന്നത്. അതിന് യാതൊരുവിധ പ്രോബ്ലം തന്നെ ഇല്ല. ലൈറ്റിൽ നിന്ന് വരുന്ന പോസിറ്റീവ് ലൈൻ നേരെ സ്വിച്ചിലേക്ക് സോൾഡർ ചെയ്യുക. അതുകൂടാതെ വേണ്ട അടുത്ത സാധനങ്ങൾ ഒരു 5 വോൾട്ട് റെഗുലേറ്റിംഗ് AC ആണ്. പിന്നെ ഒരു DC സോക്കറ്റ്, അതുപോലെ തന്നെ ഒരു ചാർജിങ് മൊഡ്യൂൾ. DC സോക്കറ്റ് ഫിക്സ് ചെയ്യാനായി ലൈറ്റിൻ്റെ ലെഫ്റ്റ് സൈഡിൽ ഒരു ഹോളിട്ട ശേഷം
അതിലേക്ക് ഡി സി സോക്കറ്റ് ഫിക്സ് ചെയ്യാം. ചാർജിങ് ഇൻഡിക്കേഷന് വേണ്ടിയിട്ട് നമ്മളൊരു LED കൂടെ ആഡ് ചെയ്യുന്നുണ്ട്. ഒരു LEDയും ഒരു 1K റെസിസ്റ്ററുമാണ് അതിനുവേണ്ടി ഉപയോഗിക്കുന്നത്. LED പോസിറ്റീവ് ലെഗ് നേരെ ഡയറക്റ്റ് DC സോക്കറ്റിൻ്റെ പോസിറ്റീവിലേക്കും നെഗറ്റീവ് ലെഗിൽ 1K റെസിസ്റ്റർ കണക്ട് ചെയ്ത് നെഗറ്റീവ് ലെഗും സോൾഡർ ചെയ്യാം. റെഗുലേറ്റിംഗ് IC ഫിക്സ് ചെയ്യുന്ന മുമ്പ് അതിനൊരു ഹീറ്റ് സിങ്ക് കൂടി ആഡ് ചെയ്യണം. റെഗുലേറ്റിംഗ് IC ഉപയോഗിക്കുന്നതിൻ്റെ ഉപയോഗം, ഈ ലൈറ്റ് നമുക്ക് പല DC ഔട്ട്പുട്ടിലും ചാർജ് ചെയ്യാൻ സാധിക്കും. 12 വോൾട്ട്, 5 വോൾട്ട്, 8 വോൾട്ട്, 9 വോൾട്ട്, അതുപോലെ തന്നെ സോളാറിലും നമുക്കിത് ചാർജ് ചെയ്യാൻ സാധിക്കും. റെഗുലേറ്റിംഗ് IC ചാർജിംഗ് മൊഡ്യൂളിൽ ഫിക്സ് ചെയ്യേണ്ട വിധം, ICയുടെ മൂന്നാമത്തെ ലെഗ് മൊഡ്യൂളിൻ്റെ ഇൻപുട്ട് പോസിറ്റീവിലേക്ക് കണക്ട് ചെയ്യുക, സെൻട്രൽ ലെഗ് നെഗറ്റീവിലേക്കും കണക്ട് ചെയ്യുക. അതുപോലെ ഫസ്റ്റ് ലെഗ് ഇൻപുട്ട് ലൈനാണ്, അതിലേക്കാണ് നമ്മൾ DC ഇൻപുട്ട് കൊടുക്കുന്നത്. സെൻട്രൽ ലെഗ് കോമൺ നെഗറ്റീവാണ്. ഇതുപോലെ കണക്ട് ചെയ്തെടുക്കണം നമ്മൾ. അതിനുശേഷം DC കണക്ട് ചെയ്ത് ചെക്ക് ചെയ്ത് നോക്കാം. നേരത്തെ കണക്ട് ചെയ്തെടുത്ത ചാർജിങ് മൊഡ്യൂളിൻ്റെ ഇൻപുട്ട് ലൈൻ DC സോക്കറ്റിലേക്ക് കൃത്യമായി സോൾഡർ ചെയ്തെടുക്കാം. അതുപോലെ LED മൊഡ്യൂളിൽ നിന്ന് വരുന്ന നെഗറ്റീവ് ലൈൻ ചാർജിങ് മൊഡ്യൂളിൻ്റെ DC ഔട്ട്പുട്ട് നെഗറ്റീവിലേക്ക് സോൾഡർ ചെയ്തെടുക്കാം. ചാർജിങ് മൊഡ്യൂളിൽ ഇൻപുട്ട് ലൈൻ, ഔട്ട്പുട്ട് ലൈൻ, അതുപോലെ ബാറ്ററി ലൈനും പ്രത്യേകം മാർക്ക് ചെയ്തിട്ടുണ്ട്. അത് നോക്കി തന്നെ ഏതൊരാൾക്കും വയറുകളെല്ലാം കണക്ട് ചെയ്യാൻ സാധിക്കും. LED മൊഡ്യൂളിൻ്റെ പോസിറ്റീവിൽ നിന്ന് ഒരു വയർ കണക്ട് ചെയ്തെടുത്ത ശേഷം നേരെ സ്വിച്ചിലേക്ക് കണക്ട് ചെയ്യാം. ഏകദേശം സോൾഡറിങ് എല്ലാം കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ബാറ്ററിയാണ് കണക്ട് ചെയ്യേണ്ടത്. അതിനുവേണ്ടി ലിഥിയം അയൺ ബാറ്ററി 2 എണ്ണം നമ്മൾ ഒരുമിച്ച് വെച്ച് സോൾഡർ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ബാറ്ററി ചാർജിങ് മൊഡ്യൂളിലേക്ക് കണക്ട് ചെയ്യാം. അതിനായി ചാർജിങ് മൊഡ്യൂളിൻ്റെ സെൻറ്ററിൽ ബാറ്ററി നെഗറ്റീവ് പോസിറ്റീവ് എന്ന് മാർക്ക് ചെയ്തിട്ടുണ്ട്, അതിലേക്ക് സോൾഡർ ചെയ്യാം. അതിനു മുമ്പ് നമുക്കൊന്ന് ബാറ്ററിയുടെ വോൾട്ടേജ് ചെക്ക് ചെയ്യാം. ബാറ്ററി 3.35 കാണിക്കുന്നുണ്ട്. ബാറ്ററി ഓക്കെ ആണ്.
ബാറ്ററിയുടെ നെഗറ്റീവ് പോസിറ്റീവ് ലൈൻ മാറാതെ വേണം സോൾഡർ ചെയ്ത് വെക്കാൻ. ബാറ്ററി ലൈൻ കണക്ട് ചെയ്തപ്പോൾ തന്നെ ലൈറ്റ് വർക്കിംഗ് ആയിട്ടുണ്ട്. ഇനി നമുക്കിതെല്ലാം ഒന്ന് ഈ ബോർഡിനുള്ളിൽ ഫിക്സ് ചെയ്യാം. ലൈറ്റ് ഒന്ന് നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാം. ലൈറ്റ് വർക്കിംഗ് കണ്ടീഷൻ ആയിട്ടുണ്ട്. LED മൊഡ്യൂൾ നമുക്ക് ഗം ഉപയോഗിച്ച് ഫിക്സ് ചെയ്യാം. ചാർജിങ് മൊഡ്യൂളും ബാറ്ററിയും എല്ലാം ഗം ഉപയോഗിച്ച് ഫിക്സ് ചെയ്തിട്ടുണ്ട്. നമുക്ക് ഇതിൻ്റെ ബാക്ക് കവർ ഇട്ട് സെറ്റ് ചെയ്യാം. LED ബൾബിൻ്റെ പുറം കവർ കൂടെ വെച്ച് ഫിക്സ് ചെയ്താൽ ലൈറ്റിൻ്റെ വർക്കെല്ലാം കഴിഞ്ഞിട്ടുണ്ട്. ലൈറ്റ് പക്ക വർക്കിംഗ് കണ്ടീഷൻ ആയിട്ടുണ്ട്. ലൈറ്റ് ചാർജ് ചെയ്യാൻ നമ്മൾ ഉപയോഗിക്കുന്നത് 12 വോൾട്ട് DC ഔട്ട്പുട്ടാണ്. നമുക്ക് DC ഔട്ട്പുട്ട് ഏത് വേണമെങ്കിലും ഇതിന് ഉപയോഗിക്കാം. അതുപോലെ തന്നെ സോളാറിൽ നിന്നുള്ള ഔട്ടും ഇതിന് ഉപയോഗിക്കാം. ചാർജിങ് ഇൻഡിക്കേഷൻ കാണിക്കുന്നുണ്ട്. ലൈറ്റ് ചാർജ് ആകുന്നുണ്ട്. നമുക്ക് ഒരു 2 മണിക്കൂറിന് ശേഷം ചാർജ് ചെയ്ത ശേഷം ഉപയോഗിച്ച് നോക്കാം. രണ്ട് മണിക്കൂറിന് ശേഷം നമുക്കൊന്ന് ലൈറ്റ് ചെക്ക് ചെയ്ത് നോക്കാം. ഏകദേശം 2 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. ഇനിയൊന്ന് നമുക്ക് ലൈറ്റ് ചെക്ക് ചെയ്ത് നോക്കാം. ലൈറ്റ് ചാർജ് ആയിട്ടുണ്ട്. അത്യാവശ്യം നല്ല രീതിയിലുള്ള വെട്ടവും ഇതിൽ നിന്ന് ലഭിക്കുന്നുണ്ട്. കറണ്ടില്ലാത്ത സമയങ്ങളിൽ കുട്ടികൾക്ക് പഠിക്കാനും മറ്റുള്ള കാര്യത്തിനും ഈ ലൈറ്റ് ഉപയോഗിക്കാം. വീഡിയോസ് ഇഷ്ടമായെങ്കിൽ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണേ.